ഹായ് ഹലോ, ശബരി സൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിതാ ഡൽഹി വന്നിരിക്കുകയാണ്. കോളേജിൽ നിന്നാണ്, കേരളോർമേന്ന് ഐവി വന്നിരിക്കുകയാണ്. അവിടുത്തെ തണുപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഏതാണ്ടില്ലേ വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്ന അറിയില്ല, കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ തണുപ്പിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളെന്തായാലും തകർക്കാൻ പോവാണ്. നമ്മുടെ മിസ്സൊക്കെ ഇവിടെ ഉണ്ട്. ഹായ് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ തകർക്കാൻ പോവാണ്. ബാക്കിയെല്ലാം നേരിട്ട് കാണാം. നേരെ പോകാം വീഡിയോയിലേക്ക്. അതെ ഫ്രണ്ട്സ്, അങ്ങനെ 2026 ജനുവരി 9 ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഡൽഹി കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാലേക്കും ഇതിനും മാത്രമേ ഞങ്ങളെന്ന് പറയുന്ന ആരൊക്കെയായിരിക്കുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളും ഞങ്ങളുടെ 4 ടീച്ചേഴ്സുമാണ്. അങ്ങനെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി. പിന്നെന്താ പറയുക, എല്ലാവരും കൊടുന്നതൊക്കെ ഷെയർ ചെയ്ത് കഴിക്കലും നേരം പോകാൻ ചീട്ടുകളൊക്കെ ആയി അങ്ങനെ രാത്രി വരെ അങ്ങനെ അടിച്ച് പൊളിച്ച് ട്രെയിനിൽ യാത്ര തുടർന്നു. പിന്നെ എന്താ പറയുക, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കൂടുന്നതൊക്കെ കൈയിട്ട് വാരി കഴിച്ച് രാത്രിയായി. രാത്രി എല്ലാവരും ഇറങ്ങി. പക്ഷെ ഞങ്ങൾ 4 ആളും കഥയും പറഞ്ഞ് അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് ഞാൻ കിടക്കാൻ പോണതിന് മുന്നേ എടുത്ത വീഡിയോ ആട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ എന്താ പറയുക, അടിച്ച് പൊളിച്ചൊന്ന് കിടന്ന് ഉറങ്ങി. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഏതോ സ്റ്റേഷനിൽ നിർത്തി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബന്ധുക്കൾ കുറച്ച് ഫുഡൊക്കെ കൊടുന്നു. അപ്പോൾ അതും കഴിച്ചു. പിന്നെന്താ പറയുക, എല്ലാവരും ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയി നല്ല രീതിയിൽ ട്രെയിൻ യാത്ര അടിപൊളി. അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ചെറിയ റീൽസ് പിടുത്തവും കാര്യങ്ങളൊക്കെ വേറെ, നമ്മൾ മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ട്രെയിൻ യാത്ര 2ാമത്തെ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രെയിനിൽ റോന്ത് ചുറ്റാൻ ഇറങ്ങി. കാരണം നമ്മൾ PG സ്റ്റുഡൻസ് മാത്രമല്ല, ഡിഗ്രി സ്റ്റുഡൻസും ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ അവരുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ഭജന, ഏത് അയ്യപ്പൻ എന്നെ ശരണം. പിന്നെ അന്നത്തെ ദിവസം കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ പിന്നെ ഡൽഹി എത്തിയിട്ടാണ് വീഡിയോ എടുക്കണേ. കാരണം ഒക്കെ മറന്നു, ഒരു എൻജോയ്മെൻറ്റിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തിയിരിക്കുകയാണ്. നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്കവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. സംഭവം നമ്മൾ ഡിഗ്രിക്കാരും PGക്കാരും ഒരുമിച്ചാണ് പോകുന്നുണ്ടെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ബസ്, സെപ്പറേറ്റ് റൂം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പാക്കേജുകാർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നുന്നുണ്ട്. അപ്പം ഇനി കൂടുതലൊന്നും പറയുന്നില്ല, അടിച്ചങ്ങോട്ട് പൊളിക്കാട്ടാ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഫ്രഷപ്പ് ആവാനുള്ള ഹോട്ടലിലെത്തി. ഹോട്ടൽ കിട്ടാനൊക്കെ ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായി സെറ്റായി നേരെ നമ്മുടെ അടുത്ത യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. പിള്ളേർ അവിടെ ജില്ലാണ്. ഏത് ട്രിപ്പ് ഓണായി ഗൈസ്, അതന്നെ സംഭവം. ട്രിപ്പ് അങ്ങോട്ട് ഇനി അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുത്തബ് മിനാർ കാണാനാണ് വന്നിട്ടുള്ളത്. ഏത് സ്കൂളിൽ പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കാണാൻ പോണത് ആദ്യമായിട്ടാ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. പഠിച്ചും പഠിപ്പിച്ചും മാത്രം പരിചയമുള്ള കുത്തബ് മിനാർ ഒന്ന് നേരിട്ട് കണ്ടത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്താ പറയുക, ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് ഇനി ആഗ്രയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ട്രെയിൻ കയറി. പുലർച്ചെയാണ് നമ്മൾ ആഗ്ര എത്തിയത്. അവിടെ എത്തിയതൊന്നും പറയണ്ട, ട്രെയിൻ ചങ്ങല വലിക്കലും കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി. കാര്യം ഇതൊക്കെ ഇനി ഓർക്കാൻ ആഗ്രഹമില്ലെങ്കിലും ഈ ട്രിപ്പിൻ്റെ ഓർമ്മകളെന്നും നിലനിൽക്കാനായിട്ടാണ് ഇന്നിപ്പോൾ ഇതൊക്കെ പറഞ്ഞേട്ടാ. സംഭവം ഈ നോർത്ത് സൈഡിലൊക്കെ കുറച്ച് വിഷയമായിട്ടോ, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയൊക്കെ. അങ്ങനെ എന്താ പറയുക, ഹോട്ടലിലെത്തി നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങി. നേരം വെളുത്തു. ഇനിയാണ് നമ്മളെ ഈ ഒരു ട്രിപ്പിൽ പ്രധാനമായിട്ട് ഒരുവിധം എല്ലാവരും കാത്തിരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആട്ടാ. കാരണം ഈ ഒരു സ്ഥലം ഈ ഒരു ട്രിപ്പിൽ എല്ലാവരും കാത്തിരുന്നാണ്. കണ്ടില്ലേ, ഇവരൊക്കെ ആ ഒരു വെറൈറ്റി ലുക്ക് പിടിച്ചു വെക്കണു. അപ്പം ഇനി സ്ഥലങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോട്ടാ.
അതെ ഗൈസ്, അപ്പോൾ താജ്മഹലിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, പോകുന്ന വഴിയൊക്കെ ഹെവി സെക്യൂരിറ്റിയാണ്, അതുപോലെ തന്നെ ഒരു ഹെവി വെറൈറ്റി ഫീലാണ്. അതൊക്കെ എന്താ പറയുക, അവിടെ പോയി അനുഭവിച്ചാലേ അറിയൂ. പണ്ട് ഒരു വീഡിയോയിൽ കണ്ട പോലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്കൊരു വാല്യൂ പുറമെ പോകുമ്പോൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ ഒരു താജ്മഹലാന്ന് പറയുന്നൊരു വീഡിയോ. അതൊക്കെ വളരെ സത്യമാണ്. കാരണം ഇവിടെയൊക്കെ വിദേശികൾ വന്നിട്ട് അത്രയും എന്താ പറയുക, അവർ നമുക്കത് കാണുക എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അവരിതിനെക്കുറിച്ച് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും മനസ്സിലാക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരത്രയും വാല്യൂ ഈ ഒരു ഇന്ത്യക്കകത്തുള്ള ഈ ഒരു താജ്മഹൽ എന്ന് പറയുന്ന ഒരു നിർമ്മിതിക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഗൈഡും ഉണ്ടായിരുന്നു. ഗൈഡ് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരുന്ന നല്ലൊരു ഗൈഡായിരുന്നു. പിന്നെ ഈ ഒരു വിഷ്വൽ, ഇതാണ് കാത്തിരുന്ന നിമിഷം. ഇവിടുന്ന് കാണുമ്പോൾ വേണ്ട നമുക്കത് അടുത്തായിട്ട് ഫീൽ ചെയ്യും താജ്മഹൽ, പക്ഷെ എത്രയോ ദൂരെയാണെന്നറിയോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി അകത്തേക്ക് കയറുമ്പോൾ ഫുൾ വൈറ്റ് ആവും, നമുക്കൊന്നും കാണില്ല. പിന്നെ പതുക്കെ അങ്ങനെ കയറി ചെല്ലുമ്പോൾ പതുക്കനെ എന്താ പറയുക അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് അതങ്ങോട്ട് തെളിഞ്ഞു വരും. ആ ഒരു വിഷ്വൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോണ്ടല്ലോ അത് വേറെ ഫീലാണ്. ഞാൻ അത് 1ഉം 2ഉം വട്ടം നടന്ന് വീഡിയോ എടുത്തു. കാരണം ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകാമെന്നറിയില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ 1ഉം 2ഉം 3ഉം വട്ടമൊക്കെ വീഡിയോ എടുത്തു. അത്രയും ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ്. ഇത്ര പേരാണ് നമ്മൾ കേരള ഓർമ്മയിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നത്, അതായത് ഫുൾ ടീം. ഇതെൻ്റെ ക്ലാസ്സിലെ PG-ക്കാർ ഞങ്ങൾ പിള്ളേർ എന്താ പറയുക അടിപൊളി പിക്കൊക്കെ എടുത്തു. എന്താ പറയുക വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ വൈറ്റ് ഷർട്ടൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ബോയ്സ് എല്ലാവരും കൂടി വൈറ്റ് ഷർട്ടിൽ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ പറയുക ഇതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പോഴല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തകർത്തുനിന്ന് അങ്ങനെ എന്താ പറയുക താജ്മഹലൊക്കെ നല്ല രീതിയിൽ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു, അടിച്ചു പൊളിച്ചു. ഇനി നമ്മൾ നേരെ ആഗ്രയിൽ തന്നെയുള്ള ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താജ്മഹലും ഈ ഒരു ആഗ്ര ഫോർട്ടും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്. നമുക്ക് ഹിസ്റ്ററിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ എന്താ പറയുക നമ്മൾ ഇവിടെയും വന്നു. ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിലെ ആർക്കിടെക്റ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ ആർക്കിടെക്റ്റുകൾ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാണ്. നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും. കാരണം ഇന്നത്തെ പോലെ മെഷീനറികളോ ഹെവി കട്ടിങ് മെറ്റീരിയൽസോ ഒന്നുമില്ലാത്ത കാലത്ത് എന്താ പറയുക സിമ്പിളായി പറഞ്ഞാൽ ഒരു ഉളിയും ചുറ്റുകയും വെച്ച് അവർ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. ഒരു ആഗ്ര ഫോർട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താജ് കാണാൻ പറ്റും. അതൊക്കെ എന്താ പറയുക അന്നത്തെ കാലത്ത് അത്രയും പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ എന്താ പറയുക അവിടുന്ന് ഇറങ്ങി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. പിന്നെ എന്താ പറയുക നമ്മുടെ ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവൻ ഈ ചെറുപ്രായത്തിൽ പഠിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഇതുപോലെ ചെറിയ നുറുങ്ങു വിദ്യകൾ കാണിച്ച് ചെറിയ രീതിയിൽ പൈസ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട് എന്താ പറയുക എത്രയോ ബെറ്ററാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയുടെ ക്യാപിറ്റലാണ്, എന്നിട്ട് പോലും ഇവിടെ സിറ്റുവേഷൻ ഇതാണ്. അതൊക്കെ വേറെ വലിയ കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ ട്രിപ്പ് വീണ്ടും ഓണായി. അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്ഥലം, സിറ്റി പാലസ്. അതായത് ഇവിടെ തന്നെയുള്ള ആഗ്രയിൽ തന്നെയുള്ള സിറ്റി പാലസ് എന്ന് പറയുന്ന ഒരു പാലസിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പേര് പോലെ തന്നെ പാലസാണ്, ആഡംബരമാണ്. ആ ഒരു സംഭവം കാണാനുള്ളതുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു, കുറേ പേര് ഫോട്ടോ എടുത്തു. ഇവിടെയും നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നു, ആസ് യൂഷ്വൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അടുത്ത യാത്ര ജയ്സാൽമീറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പിറ്റേ ദിവസം പുലർച്ചയോടുകൂടി നമ്മൾ ജയ്സാൽമീർ എത്തി. പെരും തണുപ്പാണ്. ആ പെരും തണുപ്പത്ത് നമ്മളെങ്ങനെയാ നമ്മൾ അടിച്ചു പൊളിക്കുക. അങ്ങനെ ജയ്സാൽമീർ എത്തി. നമ്മളിപ്പോൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ആർമി ടെമ്പിളാണ്. എന്താ പറയുക ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇതൊരിക്കലും ഒരു ജാതിയെയോ മതത്തെയോ ഒന്നും ബേസ് ചെയ്തിട്ടുള്ള ഒരു അമ്പലമല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. പക്ക നമ്മുടെ ആർമി അല്ലെങ്കിൽ അതിർത്തി പട്ടാളക്കാർ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ അമ്പലം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സ്റ്റോറിയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് പറ്റും. അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്രസാദം കിട്ടുന്ന സ്ഥലമുണ്ട്, ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ ഉണ്ട്, ഇതൊക്കെ കാണാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരിക്കലും ഒരു ജാതി മതം അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും വരാം, ഏത് ഡ്രസ്സ് ഇട്ടും വരാം. അവിടെ നമുക്കൊരു ചെറിയ വഴിപാട് കഴിക്കാം. അവിടെ നമുക്കൊരു ഓർമ്മയ്ക്കായി ഒരു പ്രസാദം കിട്ടും. അതിനോടൊപ്പം അവിടെ കെട്ടാനുള്ളൊരു പട്ട് തുണി അങ്ങനെ ഒരു സംഭവം കിട്ടും. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ മിസ് കെട്ടുന്ന പോലെ നമുക്കത് ഹാങ് ചെയ്യാം.
അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഒരു യാത്രകളിലെ ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് ഇതൊക്കെ എന്താ പറയുക മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. അവിടുന്ന് മിലിറ്ററിക്കാരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഞാനും ചെറിയൊരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. എന്താ പറയുക ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ച് ഇനി നമ്മൾ ഡെസേർട്ട് സ്റ്റേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ടെൻറ്റ് സ്റ്റേ, ഡെസേർട്ട് സ്റ്റേ എന്നൊക്കെ പറയാം. അങ്ങനെ കുറച്ച് ഈവനിങ്ങോട് കൂടി നമ്മൾ അവിടെ എത്തിച്ചേർന്നു. എന്താ പറയുക അവരുടെ ആതിഥ്യ മര്യാദയിൽ കുറിയൊക്കെ തൊട്ട് അവർ നമ്മളെ സ്വീകരിച്ചു. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾവശം. ഒരുപാട് ടെൻറ്റുകളുണ്ട്. നമ്മുടെ സുമൻ ദീദി എന്ന് പറയുന്ന ദീദിയുടെയാണ് ഈ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. അടിപൊളി സ്റ്റേ തന്നെയാണ്. അടിപൊളി കോർഡിനേഷനും കാര്യങ്ങളൊക്കെയാണ്. ദീദിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ജയ്സൽമീറൊക്കെ പോവുകയാണെങ്കിൽ എന്താ പറയുക നല്ലൊരു ടെൻറ്റ് സ്റ്റേ തന്നെയാണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള മ്യൂസിക് ഷോയും കാര്യങ്ങളും ക്യാമ്പ് ഫയറൊക്കെ അവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ദാ നമ്മുടെ ജോസ്റ്റിൻ, ജോസ്റ്റിൻ ആ സുമ്മാവാ ചെക്കൻ വേറെ മൂടാട്ടാ. ദാ കണ്ടില്ലേ مكانها حلو ديكوريشن مالها حلو سوي رقصة المارشميلو അയ്യോ എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ ഒന്നും പറയാൻ പറ്റിയില്ല. ഇന്നലെ അങ്ങനെ എന്താ പറയുക അർമാദിച്ച് കിടന്നുറങ്ങി. രാവിലെ നേരത്തെ ഒരു 7 മണിയോട് കൂടി തന്നെ നമ്മൾ അടിപൊളി ഒരു ജീപ്പ് സഫാരിയും അത് കഴിഞ്ഞതാ അടിപൊളി ഡെസേർട്ടിൽ വന്ന് ഇവിടെ എന്താ പറയുക ഒട്ടകപ്പുറത്ത് കയറാൻ പോവുകയാണ്. അതിനായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക ലൈഫിൽ ആദ്യമായിട്ടാണ് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ പോണേ. എന്താവോ എന്തോ എന്താ പറയുക അടിപൊളിയായിരുന്നു. ഒട്ടകമൊക്കെ എനിക്കുമ്പോഴും അവരിയ്ക്കുമ്പോഴും. എൻ്റെ പൊന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണ്. അയ്യോ അടിപൊളിയായിരുന്നു. എന്താ പറയുക ഒന്നും കഴിക്കാണ്ടാണ് പോയത്. പക്ഷേ ഒരുപാട് കഴിക്കാനുള്ള സ്ഥലം ഒട്ടകം ഉണ്ടാക്കി തന്നു. ഒട്ടകവും ജീപ്പും ഒക്കെ കൂടി ഞാനെന്താ പറയുക ഒരു അടിപൊളി ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ചുറ്റി നടന്ന് കണ്ടു. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റി. വെറൈറ്റി അതായത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ ആ ഒരു അടിപൊളി വെറൈറ്റി ഫീൽ ഇവിടെ നിന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഫുഡ് വെറൈറ്റി സ്വീറ്റ്സ് ഇതൊക്കെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതൊക്കെ എന്താ പറയുക ഒരു വെറൈറ്റി അനുഭവങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ ഇത് എന്താ പറയുക ഈ ട്രിപ്പിൽ ഒരുപാട് നല്ലതും പൊട്ടയുമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മളെന്താ പറയുക രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതും ജീവിതത്തിലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി പോവുമെന്നോ ഇനി കാണുമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ എന്താ പറയുക നിലവിലെ രാഷ്ട്രപതിയായ മുർമുവിനെ ഉൾപ്പെടെയുള്ളവരുടെ മെഴുകു പ്രതിമയും അതുപോലെ അവിടുത്തെ പല ഇതുമായി റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ ഒരു ഗൈഡ് ഉണ്ടായതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാനും അതെല്ലാം എന്താ പറയുക കൂടുതൽ അടുത്തറിയാനുമായിട്ട് സാധിച്ചു. അതൊക്കെ ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു. ഇതൊക്കെ എന്താ പറയുക ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ കാണണം എന്ന് തന്നെയാണ് ഞാനും പറയുള്ളൂ. എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒരു വട്ടം ഡൽഹിക്കൊക്കെ യാത്ര ചെയ്യണം. യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് മാറാനായിട്ട് സാധിക്കും. അതെന്താ പറയുക നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ.
സരോജിനി മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടുകാർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മൾ ബൾക്ക് പർച്ചേസിന് പോവുകയാണ്. വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. അങ്ങനെ എന്താ പറയുക, സരോജിനി മാർക്കറ്റിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ചെറിയ പർച്ചേസൊക്കെ നടത്തിയിട്ട് നമ്മളിനി നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയും ചീട്ടുകളിയും പതിവ് പോലെയുള്ള ഫുഡ് അടിയും കാര്യങ്ങളും എല്ലാമായി 2 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ PG ഡൽഹി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. എനിവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലുള്ള മറ്റ് പുതുപുത്തൻ കണ്ടൻറ്റുകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ഷബിർനാഥ് മൺലി സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ.